ബ്രൂസ്ലിയെ പോലെ പോസ് ചെയ്യണല്ലോ. അടിപൊളി, സൂപ്പർ. ഹായ് സന, ലോങ് സീ നോ ടൈം. നിങ്ങളുടെ ലാബിൽ ഇമെയിൽ SMS ഒന്നും നോക്കാറില്ലേ? എവിടെയാള്? ഇവന്മാർക്കൊക്കെ എന്തിനാ ഒരു ഗേൾ ഫ്രണ്ടും പ്രേമൊക്കെ? അകത്ത് ജീവനോടെങ്കിലും ഉണ്ടോ? ഒരു വലിയ പ്രോജക്റ്റില്ല, ശല്യപ്പെടുത്തിയ ദേഷ്യം വരും. ആയിക്കോട്ടെ, സന വന്നിട്ടുണ്ടെന്ന് പറയൂ. ഒന്ന് പെട്ടെന്ന് പോടേ. സന, നിനക്ക് അനിയത്തിമാരെങ്കിലും ഉണ്ടോ? ഇല്ല. അമ്മയോ? എന്താ? ബ്രദർ? അല്ല, കസിൻ സിസ്റ്റർമാരെങ്കിലും? Can you please shut down your stupid system? Control Alt Delete. മോട്ടർ എടുത്തിട്ട് തലക്കടിക്കാൻ വേണ്ടി വരുവാ. ട്രംപ് വന്നാലും കാണാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഞാൻ വന്ന കാര്യം പറഞ്ഞായിരുന്നോ? പറഞ്ഞു. നിന്നോട് പിന്നെ ഫോൺ ചെയ്യാൻ പറഞ്ഞു. അയാളുടെ ഫോൺ എടുത്ത് ചവിട്ടുകൊട്ടിലിടാൻ പറയൂ. ഇനി ഞാൻ അയാൾ ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞേക്ക്. ഹലോ വേൾഡ്. Oops, too loud. ഹലോ വേൾഡ്. ഹലോ വേൾഡ്. ഹലോ വേൾഡ്. ഡോട്ട് ബോയ്സ്, ഞാനോടൊപ്പം സ്പീച്ച് ട്രെയിനിങ് കൊടുക്കുക. ഞാനിപ്പോ വരാം. ഓക്കെ. ഡേയ് മച്ചു, റിപ്പീറ്റ്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്ന് തന്നോണ്ടല്ലോ. എടേ അപ്പി, നീ എന്തിന് പറയണത്? ഒരെണ്ണം തന്നാലുണ്ടല്ലേ നീ ഇവിടെ കിടന്ന് അപ്പി ഇടും. വാ തുറന്ന് മറുപടി പറയടാ പാട്ടത്തല. മനസ്സിലാവുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? അല്ല, അത് പിന്നെ ഞങ്ങൾക്കൊട്ട് സമയം കിട്ടിയില്ല. എവിടെ നിന്ന് പറഞ്ഞേ? ഡേ മച്ചു, റിപ്പീറ്റ്. ഡേ എന്തിനിങ്ങനെ നോക്കണത്? പോടെ പോടെ. എടേ അപ്പി, നീ എന്തിനു പറയണത്? ഒരെണ്ണം തന്നാ നീ ഇവിടെ കിടന്ന് അപ്പിയിടും. എടേ മാത്രൊന്ന് മറുപടി പറയടാ പാട്ടത്തലയാ. അയ്യോ, എന്താ ഇത്? ഇതാണ് സ്പീച്ച് ട്രെയിനിങ്? ഞാനല്ല ഡോക്ടറെ, എല്ലാം ഈ ശിവയുടെ പണിയാ. അല്ല, അത് പാറശാല ഭാഷ തുടങ്ങി സാഹിത്യത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിന്റെ 10 വർഷം അധ്വാനമാ. വെറുതെ കളിക്കല്ലേ. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച രണ്ടിനെയും തീർത്ത് കളയും ഞാൻ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. എടാ പന്നെ പറട്ടെ, ഞാൻ കണ്ട് പണി തരാൻ നോക്കാ. നീ നോക്കിക്കോ, ഒരു ദിവസം നിന്നെ എടുത്ത് ആക്രിക്ക് കൊടുക്കും. എടാ, ഇനി നിന്ന് നമുക്ക് അടിച്ചു വലിക്കും. പോടാ. വരുന്നോ? മാസങ്ങളായി വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യായിരുന്നു അറിയില്ല. കണ്ടുപിടുത്തം പറഞ്ഞ ഒറ്റ പോക്ക. അമ്മേ, എന്തു കോലാടത്? ആശ്രമത്തിന് ചാടി വന്ന സോമയെ പോലെ ഉണ്ടല്ലോ. അച്ഛാ, നിങ്ങൾക്കൊരു ഷോക്കിംഗ് സർപ്രൈസ് ഉണ്ട്. എന്താടാ? എന്താടാ ഇത്? ക്ലോണിംഗ് വല്ലതും ചെയ്തോ? അല്ല അച്ഛാ. എടാ, എന്താന്ന് വെച്ചാ ഒന്ന് പറയേ. മോനെ, ആരാ നീ? ഹായ്, ഐ ആം റോബോ. സ്പീഡ് 1 THz, മെമ്മറി 1 ZB. നിന്നെക്കാളും വലിയ സംഭവമാണല്ലോ. അച്ഛാ, ഇത് ഞാൻ നിർമ്മിച്ച റോബോയാ. റോബോയിൽ പല ടൈപ്സ് ഉണ്ട്. ഇത് ആൻഡ്രോ ഹ്യൂമനോയിഡ് റോബോ, മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന മിഷൻ. ഇതാണ് എന്റെ അമ്മ. അതെ, അമ്മ തന്നെ. അമ്മയുടെ അടുത്ത് ആശീർവാദം വാങ്ങ്. മനുഷ്യരെ പോലെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. മനുഷ്യരെ പോലെ എല്ലാ ജോലിയും ചെയ്യും, മനുഷ്യരെ കൊണ്ട് കഴിയാത്തതും ചെയ്യും. അപ്പൊ ഈ തടിയന്മാർക്ക് ഇനി പണിയൊന്നും അല്ല, ഇവർ വേണം. കാരണം ഇവരില്ലെങ്കിൽ റോബോ ആരാ വൃത്തിയാക്ക, ഷഡ് സാക്സൊക്കെ ആരാ മാറ്റും? ഒരു MSc കമ്പ്യൂട്ടർ സയൻസുകാരനെ സ്കൂളിലെ ആയാക്കിട്ട് പോവാണോ? വസീകര, പെട്ടെന്ന് വാ, കഴിക്കാം. റോബോ, നീ ഇരിക്ക്. നല്ല ചൂട് ഇഡലി ഉണ്ട്, നീയും കഴിക്കുക. ഈ പോക്ക് പോയ അപ്പോ മുട്ടക്കറിയൊക്കെ കൊടുക്കുന്നാണല്ലോ തോന്നുന്നേ. അമ്മേ, അതിനുള്ള ആഹാരം ദിവസം 2 യൂണിറ്റ് കറണ്ട് മാത്രമാണ്. എന്താടാ അതും ഇതൊക്കെ പറയുന്ന? ഇവനെ വിളിക്കാൻ പേരൊന്നുമില്ലേ? അമ്മ അതിനൊരു നല്ല പേര് വെക്ക്. നിനക്ക് അനിയൻ ജനിച്ചിരുന്നെങ്കിൽ ചിട്ടി ബാബു എന്ന് വിളിക്കാനാ വിചാരിച്ചേ. അത് കൊള്ളാലോ. നമുക്കിവനെ ചിറ്റിന്ന് വിളിക്കാം. നീ ചിറ്റി? ചിറ്റി, നീ പോയി ആ TV ഒന്നിട്ടെ. അമ്മേ, അവന്റെ അടുത്ത് ഇടാൻ പറഞ്ഞ അവൻ ഇങ്ങനെ ചെയ്യുള്ളൂ. TV ഓൺ ചെയ്യുന്ന അവന്റെ അടുത്ത് തെളിച്ച് പറയണം. എടാ, വന്ന ഉടനെ തന്നെ എങ്ങോട്ടാ നീ പോകുന്നേ? അല്ലമ്മേ, ആദ്യം പോയി മുടിയൊക്കെ വെട്ടിട്ട് സനയെ ഒന്ന് കാണണം. അവള് ദേഷ്യത്തിലാ. അല്ല, വണ്ടി ആരാ ഓടിക്കാൻ പോന്നേ? ചിട്ടിയോ? അയ്യോ ഡോക്ടറെ, റിസ്ക് ആണ്, വേണ്ട. എന്താ, നീ വരുന്നില്ല? ഇല്ല ഡോക്ടറെ, വയറിനകത്ത് ചെറിയൊരു പ്രശ്നം. ഡോക്ടർ പോയിട്ട് വന്നേക്കാം. നീയോ? ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടല്ല വന്നത്. നിങ്ങൾ പോയിക്കോ. ചേഞ്ച് ടു ഡ്രൈവിംഗ് മോഡ്.
സൂക്ഷിക്കണം ഡോക്ടറെ. ഗീറിടാൻ പറഞ്ഞ അവൻ ചിലപ്പോൾ എടുത്ത് വെളിയിൽ കളയുന്നു. അതെ, ഞാനിവിടെ ഉണ്ടല്ലോ. അതെ, ഡോക്ടർ ഉള്ളപ്പോ തന്നെയാണല്ലോ TV എടുത്ത് തറയിലിട്ട് പൊട്ടിച്ചത്. സ്ലോ ഇതാ നോക്ക്, ജസ്റ്റ് ഫോളോ മൈ ഇൻസ്ട്രക്ഷൻ. ഞാൻ പറയാതെ ഒന്നും ഇടരുത്. ശരി ഡോക്ടർ, എവിടെ പോണം? ദ പാർക്ക്. നീളം ഒരുപാട് അങ്ങ് കുറയ്ക്കല്ലേ, ഒരു 4 ഇഞ്ച് ഹലോ സാർ. സാറിന് നഖം വെട്ടുന്നത് പോലെ ഞാൻ വെട്ടിത്തരാം സാർ. എന്താ സാർ, കണ്ടിട്ട് ഒരുപാടായല്ലോ. മലയ്ക്ക് പോയിട്ട് വരുവാണോ? ജോലിയാടെ. സാറിന്റെ ബ്രദറാണോ? ഏകദേശം അങ്ങനെ തന്നെയാ. സാറിന് കട്ടിങ് ആവശ്യമില്ല. ഇത് വിഗ. വിഗോ? സാറിന് പ്രായം എത്രയായി? ഒരു ദിവസം. സാറ് രാവിലെ നമുക്കിട്ട് കത്തി വെക്കുവാണോ? ദാ ഈ ബുക്സ് വായിക്കേ. എത്ര പേജ് ഉണ്ടോ നിന്ന് പോണോ? വേറെ എന്തെങ്കിലും ബുക്സ് ഉണ്ടോ? അതിനിടയ്ക്ക് ഇതെല്ലാം വായിച്ചു തീർത്തോ? എല്ലാം വായിച്ചു. ഇനി വായിക്കണമെങ്കിലേ ടെലിഫോൺ ഡയറക്ടറേ ഉള്ളൂ. ഓ, നെക്സ്റ്റ്. ഇതും വായിച്ചോ? യെസ്. എല്ലാ നമ്പരും അറിയൂ? അറിയാം. കമലഹാസന്റെ നമ്പരോ? 24334140. ആ, അതെല്ലാവർക്കും അറിയാം. എന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ പേര്? ഭജൻലാൽ. 12 ഭജൻലാൽ ഉണ്ട്. ഇൻഷ്യൽ പറയൂ. കെ ഭജൻലാൽ. 3 കെ ഭജൻലാൽ ഉണ്ട്. അഡ്രസ് പറയൂ. നമ്പർ 6 മണ്ണാറെഡ്ഡി സ്ട്രീറ്റ്, സൗകാർപേട്ട്. 24884030. കറക്റ്റ്. ബ്രില്യന്റ്. എന്റെ നമ്പർ 44333321. എന്റെ പേര് പറയാൻ പറ്റുമോ? ഹലോ മിസ്റ്റർ പാറശാല തങ്കപ്പൻ. ചിട്ടി, ഈ സമയത്ത് നീ ഇവിടെ എന്തെടുക്ക? നിന്റെ കവളിൽ ഒരു കൊതു കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ കൊല്ലാൻ വേണ്ടി വന്നതാ? അല്ല, നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്ന്. ഇതെന്ത് പറ്റി നിനക്ക്? പോവാൻ നോക്ക്. ഇന്ന് നീ തന്ന കേസ് വളരെ നന്നായിരുന്നു. ഒന്ന് കൊടുത്താ ഞാൻ പോയേക്കാം. അല്ല, നിനക്കിത് എന്ത് പറ്റി? രാത്രി 1 മണിക്ക് വന്നിട്ട് പോവാൻ നോക്ക്. കേസ് തന്ന ഞാൻ പോയേക്കാം. അല്ല, ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ഇന്നത്തേതൊരു അച്ചീവ്മെന്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നു. ഹോമില് വേറെ ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുണ്ടോ? ഇതെന്താ മെറ്റേണിറ്റി വാർഡോ? വേറെ എന്താ അച്ചീവ് ചെയ്യേണ്ടത് പറയേ. ആ, ഇപ്പൊ എന്നെ ഒരു കൊതുക് കടിച്ചില്ലേ, അതിനെ പോയി പിടിച്ചോണ്ട് വാ. ഇത്രേ ഉള്ളൂ. അതെ, ഹാപ്പി ഹോമിൽ സനയെ കടിച്ചതാരാ? ഞാനല്ല, ഞാൻ സ്റ്റാച്ചുവിന്റെ അടുത്തുള്ള കൊതുക. ഞാൻ MG റോഡിലെ കൊതുക. റംഗുസ്കി ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. ആരാ റംഗുസ്കി? ഞാൻ തന്നെയാ. നീയാണോ സനയെ കടിച്ചത്? അതെ, കടിച്ചു. അതിനെന്താപ്പോ? ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ വരെ കടിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് മാപ്പ് ചോദിക്കുക. മാപ്പോ? എനിക്ക് 3 ആവശ്യങ്ങളുണ്ട്. അത് നിറവേറ്റിയാൽ ഞാൻ വരാം. അതെന്താന്ന് പറയൂ. നമ്പർ 1, എനിക്ക് AB നെഗറ്റീവ് രക്തം വേണം. അടിപൊളിയായിരിക്കും, കിട്ടാൻ വളരെ പ്രയാസം. ലാബിലെ ശിവയ്ക്കും രവിക്കും അതേ ഗ്രൂപ്പ് തന്നെയാ. എപ്പോഴും എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കും. പോയി എത്ര വേണമെങ്കിലും കുടിച്ചോ. നമ്പർ 2, ഈ ടോട്ടോയ്സ്, ഓഡമോസ്, ഓൾ ഔട്ട്, ഗുഡ് നൈറ്റ് ഈ കമ്പനി അവർക്ക് അടച്ചു വിട്ടണം. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. മൂന്നാമത്തത്, ഞങ്ങളെ ദേശീയ പക്ഷിയെ പ്രഖ്യാപിക്കണം. മണ്ടേ, നീ പക്ഷിയല്ല, പ്രാണിയാ. സമയമായിക്കൊണ്ടിരിക്കുക. വരുന്നോ ഇല്ലയോ? പറ്റില്ല. ഇപ്പൊ നീ വന്നില്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ ഞാൻ നശിപ്പിക്കും. മനുഷ്യർക്ക് അത്രയ്ക്ക് ധൈര്യമായോ? മലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞ് എത്ര പേര് കൊന്നു കളഞ്ഞിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? വാ, നമ്മൾ ആരെന്ന് കാണിച്ചു കൊടുക്കാം. ഹേ ഡെങ്കുലേസേ, ദാ കോളറേ, കടിക്കവനെ. ചേച്ചി, ആള് ഭയങ്കര സ്ട്രോങ്ങാ. കോളറ ജാസ്മിന്റെ കൊമ്പ് ഒടിഞ്ഞു പോയിരിക്കാ. അതെയോ? നീ അവനറിയാതെ അവന്റെ വായിക്കകത്ത് കയറാൻ നോക്ക്. ശരി ചേച്ചി. ചേച്ചി, ഡെങ്കുലക്ഷ്മി ഷോക്കേറ്റ് മരിച്ചു. എടി, ഇത് ഇലക്ട്രിക് ബാറ്റ് പോലെ എന്തോ ഒരു പുതിയ സംഭവം. പണ്ട് നമ്മൾ ഓൾ ഔട്ടും ഗുഡ് നൈറ്റും കണ്ട് പമ്മിയതുപോലെ ഇപ്പോഴും ഒന്ന് ചെറുതായിട്ട് പമ്മ. പിന്നെ നമുക്ക് ആരാന്ന് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് റെങ്കുസ്കിയെ കൂട്ടിക്കൊണ്ടു പോകാം. താങ്ക് യു. സന,
ഇതാ നോക്ക്, നിന്നെ കടിച്ച കൊതുക്. റങ്കുസ്കി, റങ്കുസ്കി, സനയോട് മാപ്പ് പറ. സോറി. ഇനി സന ഉള്ളെടുത്ത് നിങ്ങൾ ആരെയും കണ്ടുപോകരുത്. നിന്റെ ആൾക്കാരോടും പറഞ്ഞേക്ക. യെസ് ബോസ്. പോ. ഇപ്പൊ കിസ്ത. ചിട്ടി ഡീൽ ഇസ് എ ഡീൽ. നമ്മുടെ തങ്കത്തിന് ഉടനെ തന്നെ ഒരു വരനെ നോക്കണം. എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, ദുബായിലെ എണ്ണ കമ്പനിയിൽ പണിയെടുത്തോണ്ടിരിക്കുക. നല്ല ശമ്പളമാ. അവനെങ്ങാനും നമ്മുടെ തങ്കത്തിന് വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ തലയിൽ തേക്കാനും പാചകം ചെയ്യാനും എല്ലാത്തിനും എണ്ണയ്ക്കൊരു പഞ്ഞുണ്ടാവില്ല. എന്റെ അമ്മാവ തന്റെ കണ്ടകശിനി എണ്ണയിൽ തുടങ്ങിയിരിക്കുക. ഇനി ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ വടക്കോട്ടം തിരിഞ്ഞേ. എന്താ മോനെ, ചിറ്റപ്പനെ തല്ലുകയാണോ? ഒറിജിനൽ ചിറ്റപ്പൻ വൺ സൈഡ് ചിറ്റപ്പനായി മാറി. അതെ, എന്താ ഈ ദുബായിക്ക് പയ്യെന്ന് പറഞ്ഞോണ്ട് അമേരിക്കയിലുള്ള പയ്യന് നമുക്ക് ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കാന്നേ. എന്താ കാശിനാഥ? അണ്ണാ, അമ്മാവന്റെ സോഡ പറയട്ടെ. സോഡ വേണ്ട, കളർ സോഡ മതി. മോന്തയിൽ ഒട്ടിപ്പിടിക്കും, കുഴപ്പമില്ലല്ലോ. അതെന്താ? സ്വന്തക്കാരും ബന്ധുക്കളും പടിഞ്ഞാറോട്ട് നോക്കിയേ. നന്നായിട്ട് കേട്ടോ, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വീട് ഇവിടുന്ന് 5 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതാ ഈ കോളമ്പിൽ പാട്ടിട്ട അത് കേൾക്കുന്ന ദൂരത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അവന്റെ വീട്. പനമരത്തിന്റെ മുകളിൽ കയറി നോക്കിയാൽ കാണണം അവന്റെ നാട്. മൊത്തത്തിൽ എന്റെ പെങ്ങളെ ഏട്ടാന്ന് വിളിച്ചാൽ മാത്രമല്ല, ഏട്ടാന്ന് ഓർത്താലതിന് മുന്നിൽ ഞാൻ നിൽക്കണം. എന്റെ കാശിനാഥ, നിന്റെ പെങ്ങളെ കോളേജിലൊക്കെ അയച്ച് ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു കൊടുത്തല്ലേ, അതുകൊണ്ട് അവളോടൊരു വാക്ക് കാശിനാഥ, വിവാഹം ചെയ്തു കൊടുക്കുന്നത് നീയാണെങ്കിലും ഒപ്പം ജീവിക്കാൻ പോണത് അവളാണല്ലോ. അവളോടൊരു വാക്ക് ചോദിക്കണമല്ലോ. നാട്ടുകാർക്കെല്ലാം നന്മ ചെയ്യുന്നത് അവൻ. അവന്റെ അനിയത്തിക്ക് അത് ചെയ്യാൻ അറിയില്ലേ? അവള് കൊച്ചുകുട്ടിയല്ലേ, അവൾക്ക് എന്തറിയാന്നാ? അവളോട് പോയി ചോദിക്കേണ്ട ആവശ്യം എന്താ? തങ്കോ, ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന പയ്യന്മാർക്ക് വേണോ? ഏട്ടാ, ഏട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. പഞ്ചവർണ്ണ കിളേ, ഇതാ റെഡി. തങ്കം പറ. ഏട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഇങ്ങോട്ട് പറ. ഏട്ടന്റെ ഇഷ്ടം അങ്ങോട്ട് പറ. ഏട്ടന്റെ ഇഷ്ടം എന്റെ പഞ്ചവർണ്ണ കിളേ, പിടിക്കട പയ്യന്. എടുത്തോളൂ ഭാഗ്യം. എടുത്തോളൂ കാശിനാഥ. നിങ്ങൾ എടുത്തോളൂ ഭാഗ്യം. നിങ്ങൾ എടുത്തോ കാശിനാഥ. ഭാഗ്യം. ചെറുക്കനെ കാണാൻ വന്ന സ്ഥലം പാർക്കാക്കി മാറ്റുക. സഹിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് എടുക്കുക. ഞങ്ങളോട് ക്ഷമിക്കണം കാശിനാഥ. നിങ്ങളുടെ ബന്ധുവാകാനുള്ള സ്വത്തൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ സത്തില്ല. അങ്ങനെ പറയുന്നേ. ഒരുപക്ഷെ നിങ്ങളുടെ പെങ്ങൾക്കും എന്റെ മോനും വിവാഹം നടന്നു കഴിഞ്ഞു എന്ന് വെച്ചോ. ഒരു ദിവസം നിങ്ങളുടെ പെങ്ങളെ കാണാനായിട്ട് നിങ്ങൾ വരുന്നു. ആ ദിവസമായിരിക്കും എന്റെ മോന് വലിയ ഉള്ളി സാമ്പാർ കഴിക്കാൻ ഇഷ്ടം. നിങ്ങളെ പെങ്ങള് വലിയ ഉള്ളി നിറക്കിക്കൊണ്ടിരിക്കും. വലിയ ഉള്ളി നിറക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പെങ്ങളുടെ കണ്ണീന്ന് കണ്ണീര് വരുമെന്ന് വെച്ചോ. അതോടെ തന്റെ മോന്റെ കാര്യം കട്ടപ്പോക. ഏട്ടാ, ഓടിക്കോടാ ഓടിക്കോടാ. അയ്യോ വേണ്ട, എന്റെ മോനെ വിട്ടേക്ക്. ഒന്നുമില്ല മോനെ, പേടിക്കണ്ട. പറഞ്ഞ കേക്ക് വിട്ടേക്ക്. ഇത് കോടതി അവധിയാ. ഇത്ര വലിയ ഉള്ളി അപ്പം വെട്ടിപ്പിച്ചു. അത് മത്തങ്ങ സൈസില്. ഞങ്ങള് എന്തിനാ എനിക്കൊരു ചോദ്യമുണ്ട്. വെട്ട് ഒന്ന് തുണ്ട് ബാക്കി. നിനക്ക് വലിയ ഉള്ളി സാമ്പാർ ഇഷ്ടമാണോ? അതൊന്നും എനിക്ക് ഇഷ്ടമല്ല സാർ. എനിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടു. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ തങ്കത്തിന്റെ ഏട്ടനെ കുറിച്ചല്ലേ? നമ്മുടെ കാശിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ധീരനാണ്, മഹാവീരനാണ്, സ്നേഹമുള്ളവനാണ്. വക്കീൽ മേഡം, പെണ്ണിനെ കുറിച്ച് പറയേണ്ടതിന് പകരം പെണ്ണിന്റെ അണ്ണനെ കുറിച്ചാണോ പറയുന്നത്? നിങ്ങളുടെ മോനെ വിവാഹം കഴിച്ചു തന്നാ മതി, പൊന്നു പോലെ നോക്കിക്കോളാം. അല്ല മിസ്റ്റർ കാശി, നിങ്ങളുടെ പെങ്ങൾക്കും എന്റെ മോനും വിവാഹം കഴിഞ്ഞത് തന്നെ വെച്ചോ. അല്പ ദിവസം കഴിഞ്ഞ് നിങ്ങളെ പെങ്ങളെ കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരില്ലേ? നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പെങ്ങളും എന്റെ മോനും സന്തോഷമായിട്ട് ഓടിപ്പിടിച്ച് കളിച്ചോണ്ടിരിക്കില്ലേ? ഭാര്യ ഭർത്താവുമ്പോ ഓടിപ്പിടിച്ച് കളിക്കുന്നതൊക്കെ സാധാരണ. അതേ കാശി, ഓടിപ്പിടിക്കുന്നത്, ചാടി പിടിക്കുന്നത്, മോഹം, ദാഹം എല്ലാം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം, കല്യാണത്തെ പറ്റി ഒന്നും പറയുന്നില്ല. പെങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എവരുടെ കല്യാണം നടക്കുന്ന തോന്നുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നിങ്ങളെ പെങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ വരണം. നിങ്ങളുടെ പെങ്ങളും എന്റെ മോനും ഓടി പിടിച്ച് കളിക്കുകയാണെന്ന് വെച്ചോ. ആ കളിയുടെ ഓളത്തില് എന്റെ മോന്റെ കൈ നിങ്ങളുടെ പെങ്ങളുടെ തോളത്തെങ്ങാണോ കൊണ്ടുവന്ന് വെച്ചോ. കണ്ടല്ലോ
കണ്ടല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി എങ്ങനെ ഉണ്ടാവുന്ന നിനക്ക് ഇപ്പൊ മനസ്സിലാവൂടാ. കാശി സാർ, ഒന്നും ചെയ്യില്ല സാർ. സാർ, സാർ. അയ്യോ എടാ, ഓടിക്കോ ഓടിക്കോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. വിടാ. സാർ, അവരെ വെള്ളി കോട്ട് കളിട്ടേക്ക് സാർ. കളിക്കാൻ വേണ്ടി മാത്രം കേട്ടാ അങ്ങോട്ട് കളിക്കുള്ളൂ. പറഞ്ഞാ കേക്ക് സാർ. ഓടിച്ച് മാത്രമേ കളിക്കുള്ളൂ. നിന്നെ ഞാൻ ഓടിച്ച് കളിക്കുന്നു. ഞാൻ തൊടില്ല സാർ. ഞാൻ നോക്കുപോലുമില്ല. മനസ്സിലാവുന്നുണ്ട്. പഞ്ചവർണ്ണക്കല്ലേ നമ്മളിന്ന് പയ്യനെ കാണാൻ വേണ്ടിട്ട് കൊല്ലംകോട്ടിലെ ഗോപാലിന്റെ വീട്ടിലല്ലേ പോകുന്നത്? അതെ, അവന് ലൂസ് മോഷൻ, അതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ഓഹോ, അപ്പോ മുക്കാലുള്ള മൂന്നര വീട്ടിലേക്ക് അവൻ ലൈനിലുണ്ട്. അവൻ നമ്മുടെ പയ്യനാ. നമ്മളെന്ന് പറയുന്നത് അത് മാത്രമേ കേൾക്കുള്ളൂ. അതെ, അവൻ എവിടെ പോയി വിളിക്കണമെന്ന് അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞു. അതെയോ? എന്താ എനിക്കെന്തോ എല്ലാരും നമ്മളെ ഒഴിവാക്കും പോലെ തോന്നുന്നു. വരനെ കാണാൻ പോകുന്നത് തെറ്റാണോ? വരനെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല, പക്ഷെ അവന്മാരുടെ കാരണം പൊട്ടിക്കുന്ന തെറ്റ്. പയ്യന്മാരൊക്കെ പേടിച്ച് നാട് വിട്ടോണ്ടിരിക്കും. താങ്ക് യു തങ്കം. എന്റെ മുഖം കണ്ട ആർക്കെങ്കിലും പേടി തോന്നുന്നു? കണ്ണന്റെ മുഖമല്ലേ ഏട്ടന്റെ? അണ്ണന്റെ വലത് കണ്ണ് തുടിക്കുന്നുണ്ടല്ലോ. അണ്ണനെ തന്നെയാ. ദൈവമേ 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 ദൈവമേ. ചട്ടമ്പേട്ടത്തി ആനന്ദവല്ലി. ആ ആനന്ദവല്ലിക്ക് ഒരു ചേർച്ചയുമില്ലാത്ത ഒരു ഹസ്ബൻഡും. ഏട്ടാ, ഏട്ടന്റെ ഇടത് കണ്ണും തുടിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഉണ്ട്. കുടുംബം എന്നതൊരു ആൽമരം പോലെയാ. അതിലൊരു വശത്ത് ചൂടുള്ള ഒഴിച്ച, അതിലൊരു വശത്ത് ചൂടുവെള്ളം ഒഴിച്ച്, മറുവശത്ത് തണുത്തുള്ള ഒഴിച്ച, മറ്റൊരു വശത്ത് തണുത്ത വെള്ളം ഒഴിച്ച, ഒരു വശം വാടിപ്പോ, ഒരു വശം വാടിപ്പോ, ഒരു വശത്ത് മാമന്റെ ബോള്, ഒരു വശം മാമന്റെ മോൾ, ഒരു വശത്ത് അമ്മയുടെ മകൻ. രണ്ടുപേർക്കും രണ്ട് കണ്ണ്. ആ രണ്ട് കണ്ണിൽ ഏത് കണ്ണ് വേണമെന്ന് ചോദിച്ചാൽ ഏത് കണ്ണ് വേണമെന്ന് പറയും. അതെ, എന്തോന്നതെ 10 വർഷത്തിന് മുമ്പ് ഇതേ ഡയലോഗ് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും തേച്ചത് നിന്റെ ചേട്ടൻ. ഈ പ്രാവശ്യം വിട്ടത് പിടിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? 5 ദിവസം സമയം ചോദിക്കാം. ഒരു 5 ദിവസത്തെ സമയം വേണം. ഈ 5 ദിവസവും ഞങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഒരു നല്ല തീരുമാനം അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഹായ് ഡാർലിംഗ്. കഴിക്കുമ്പോ എന്തായാലും ഇവിടെ പറ്റിപ്പിടിച്ച എങ്ങനെ എടുക്കുക? വിരലുണ്ടല്ലോ, നാക്കുകൊണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ എടുക്കണ്ടേ? എന്റെ തങ്കം, ഇത് ഗുലാബ് ജാം നല്ല മധുരമാണ്. ഞാൻ സ്പർശിച്ചത് കൊണ്ട് ഇപ്പൊ കഴിച്ചു നോക്ക്, കൂടുതൽ മധുരമായിരിക്കും. മോളെ എന്നെ വിചാരിച്ചായിരുന്നോ? വിളിച്ചോന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്ന അതിലൊരു ന്യായമുണ്ട്. വിചാരിച്ചോന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന കുറച്ച് ഓവറാ. അതെങ്ങനെയാളിയാ? പെങ്ങളൊരു തൂണ്, തുരുമ്പ്, പ്രേതം, കള്ളൻ, വൃത്തികെട്ടവൻ അടുത്തെത്തിന്ന് വെച്ചോ OTP വരും. ഞാൻ ഉടൻ വരും. ചേട്ടാ, നിങ്ങളല്ലേ 5 ദിവസം സമയം തന്നത്? ഈ കുട്ടികളുടെ സന്തോഷത്തിനിടയ്ക്ക് ഒരു കരടിയായി മാറരുത്. ഒരു മാന്യതയില്ല. ആണെങ്കിൽ ഒരു നന്ദിയില്ല. ഞാനെന്താ നിന്നോട് നന്ദി കാണിക്കട്ടെ? നിങ്ങൾ പഴയതൊക്കെ മറന്നു. നിങ്ങളും ചേച്ചിയും കൂടെ എത്രയോ വട്ടം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോയപ്പോ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഒരു ലഡു വാങ്ങിച്ചു തന്ന് എന്നെ പുറത്ത് നിർത്തി. യാദൃച്ഛികമായി ഞാൻ തിയേറ്ററിനകത്ത് നോക്കിയപ്പോ അവിടെ നിങ്ങളും ചേച്ചി അല്ലാതെ വേറെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ആരടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്താടാ ഇതുവരെ ഈ കാര്യം എന്നോട് പറയാതിരുന്നത്? ആരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ ഞാൻ തന്റെ അടുത്ത് പറയും? അതേത് തിയേറ്ററാടാ? ഇങ്ങനെ കിടന്നുണ്ടെല്ലാരും പടം കാണില്ലേ? പരിമളം തിയേറ്റർ അതാണോ? ചേട്ടാ, ഞങ്ങൾ പടം കണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഗ്രാമത്തെ പടം, നല്ല പടം. ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പിന്നെ പറയാം. ഈ അളിയനുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് എന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് കരിമത്തോട്ടത്തിലോട്ട് ആരും വരാതെ നോക്കുന്നത് ഞാനാ. ഒരു ദിവസം ഞാൻ നിൽക്കുന്നത് പോലും അറിയാതെ ഇവർ എന്നെ വിട്ടിട്ട് വീട്ടിലോട്ട് പോയെന്ന്. ഇതറിയാതെ അടുത്ത ദിവസം വരെ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇതുവരെ ഈ സത്യം ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അളിയാ? എന്റെ അടുത്ത് എന്താണ് പറയാത്ത? ആരോടും പറയാത്ത കാര്യം തന്നോട് എങ്ങനെ പറയുന്നത്? അതിരിക്കട്ടെ, ഏത് കരിമ്പും കേടാ ഈ രണ്ടാം പൊക്കത്തിലാവുമ്പോ ഇരുട്ടായിരിക്കില്ലേ? എന്ത് നടന്നാലും ആരും അറിയില്ല. ചേട്ടാ, കരിമ്പ് കണ്ണത്ത് നല്ല കാറ്റടിക്കും. അത് കൊള്ളാൻ എനിക്ക് ഇഷ്ടമല്ല. സത്യപ്പെട്ട് ഞങ്ങൾ കാറ്റ് കൊള്ളുമായിരുന്നു. ഒന്ന് പോകുന്നുണ്ടോ? ഇവിടെ സത്യത്തിന് ഒരു വിലയില്ല.